പച്ചക്കറി വിലക്കയറ്റത്തിൽ സർക്കാരിന്റെ വിപണി ഇടപെടൽ ഫലപ്രദമായില്ല. 30% വിലക്കുറവിൽ പച്ചക്കറികൾ ലഭ്യമാക്കുമെന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ ഹോർട്ടികോർപ്പുകളിൽ ഇത് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. പല വ്യഞ്ജനങ്ങളുടെ കാര്യത്തിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. സംസ്ഥാനത്ത് പലവ്യഞ്ജനങ്ങളുടെ വിലക്കയറ്റത്തിന് പുറമെയാണ് പച്ചക്കറികൾക്ക് വില കുതിച്ചുയർന്നത്. ഇത് പിടിച്ചു നിർത്താനായി വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്താനും സർക്കാർ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി 30% വിലക്കുറവിൽ പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് മുഖേന ലഭ്യമാക്കുമെന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ ഇതാണ് ഇപ്പോൾ പാഴ്വാക്കായിരിക്കുന്നത്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ്, ചേന, വെണ്ട, പയർ, മത്തൻ, വഴുതന, കോളിഫ്ലവർ, ഇഞ്ചി എന്നിവയ്ക്ക് പൊതുവിപണിയേക്കാളും കൂടുതലാണ് ഹോർട്ടികോർപ്പിലെ വില. സർക്കാർ പ്രഖ്യാപിച്ച വിലക്കുറവ് യാഥാർത്ഥ്യമായില്ലെന്ന് ജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വില കുറച്ചു കൊടുക്കാനുള്ള ഒരു സ്കീം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പത്രത്തിൽ കണ്ടു. അത് ഇംപ്ലിമെന്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് വില അധികം തന്നെ, എല്ലാ പച്ചക്കറികൾക്കും വില അധികം തന്നെ. വില കുറവൊന്നുമില്ല, നല്ല വില തന്നെയാണ്. ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും വിലയാണ്, ഇവിടെയും വിലയാണ്, വില കൂടുതൽ തന്നെയാണ്. പല വ്യഞ്ജനങ്ങളുടെ കാര്യത്തിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് എന്നിവ മുഖേനയുള്ള വിപണി ഇടപെടൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണിത്. എന്തിന് സബ്സിഡി ഇനങ്ങളുടെ ലഭ്യത പോലും സർക്കാരിന് ഉറപ്പാക്കാനാകുന്നില്ല. വിലക്കയറ്റത്തിൽ ജനം നട്ടം തിരിയുമ്പോഴാണ് സർക്കാരിന്റെ നിസ്സംഗത തുടരുന്നത്.